നിങ്ങളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് കരുതുക. നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് നിങ്ങളുടെ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസിന് ആൻസറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഇൻ്റർവ്യൂവർ ആ ക്വസ്റ്റ്യൻ വെക്കുകയാണ്. വാട്ട് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് വീക്ക്നെസ്? എന്തായിരിക്കും നിങ്ങളുടെ ആൻസർ? ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയാൻ പോകുന്ന ഉത്തരം ഒന്നാണ്, ഐ ആം എ പെർഫെക്ഷനിസ്റ്റ്. അതല്ലെങ്കിൽ ഐ വർക്ക് ടു ഹാർഡ്, ഐ ടേക്ക് ടു മച്ച് ഓൺ മൈ പ്ലേറ്റ്. ഇങ്ങനത്തെ വളരെ ക്ലീശയായിട്ടുള്ള കുറേ അധികം ഉത്തരങ്ങളുണ്ട്. ഒരു ക്ലീശ ഉത്തരം പറയുമ്പോൾ നിങ്ങൾ ആക്ച്വലി ഒരു നല്ല ചാൻസ് ആണ് മിസ് ചെയ്യുന്നത്. വാട്ട് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് വീക്ക്നെസ് എന്ന ക്വസ്റ്റ്യൻ ഇൻ്റർവ്യൂവർ എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവരെന്താണ് നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? എങ്ങനെ ഹോണസ്റ്റായ രീതിയിൽ ഇതിന് ഉത്തരം കൊടുക്കാം, എങ്ങനെ ഉത്തരം കൊടുക്കുന്ന സമയത്ത് ഇതിനെ എങ്ങനെ സ്ട്രക്ചർ ചെയ്യാം എന്നിങ്ങനെ കുറേ അധികം വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ പേര് ഡോക്ടർ ജോമിനി ജോയ്സ്. ഞാനൊരു പ്രൊഫഷണൽ റെസ്യൂമെ റൈറ്ററും കരിയർ കോച്ചുമാണ്. സോ വെൽക്കം ടു ദ വീഡിയോ. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈ ക്വസ്റ്റ്യന് പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു ഇൻ്റർവ്യൂവർ ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുമ്പോൾ അവരെന്ത് ആൻസർ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് ഈ ചോദ്യം നമ്മളോട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഈ ചോദ്യത്തിൽ നിന്ന് നിങ്ങളുടെ ക്യാരക്ടറിൽ എന്ത് കാര്യം മനസ്സിലാക്കാനാണ് അവർ ശ്രമിക്കുന്നത്? ഇവിടെ ഇൻ്റർവ്യൂവർ ചെക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളെക്കുറിച്ച് അറിയാം എന്നുള്ളതാണ്. നമുക്ക് കുറേ അധികം കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് ഉറപ്പായിട്ട് അറിയായിരിക്കും. നമ്മുടെ സ്ട്രെങ്ത്സ്, നമ്മുടെ വീക്ക്നെസ്, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് എത്രത്തോളം അവബോധമുണ്ട് എന്ന് അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. രണ്ടാമതായിട്ട് അവർ ചെക്ക് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു കോൺവെർസേഷൻ നടത്താൻ നമ്മൾ തയ്യാറാണ്. അപ്പോൾ ഒരു പോരായ്മയെക്കുറിച്ച് പറയുമ്പോൾ അത്തരത്തിലുള്ള ഡിഫിക്കൽട്ട് കോൺവെർസേഷൻസ് നടത്തുന്നതിൽ നിങ്ങൾ കംഫർട്ടബിൾ ആണോ, അവിടെ നിങ്ങൾ മച്യൂർ ആയിട്ടാണോ ആൻസർ ചെയ്യുന്നത്? ഇതൊക്കെ അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. മൂന്നാമതായിട്ട് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് അവർ ടെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ്. അതായത് നിങ്ങളിൽ തന്നെ വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഒരു പോരായ്മയെക്കുറിച്ച് പറയുമ്പം നിങ്ങളതിൽ എത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട് എന്നും കൂടെ അവർക്ക് അറിയാൻ പറ്റും. വാട്ട് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് വീക്ക്നെസ് എന്ന ക്വസ്റ്റ്യന് കൃത്യമായിട്ട് ഒരു ഉത്തരം സ്ട്രക്ചർ ചെയ്ത് പറയാൻ നോക്കാം. ഇതിന് ശരിക്കും 6 സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ഫോമുലയാണ് ഞാൻ യൂഷ്വലി എൻ്റെ ക്ലയൻസിന് റെക്കമെൻഡ് ചെയ്യുന്നത്. ആ സെയിം ഫോമുലയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ടും ഷെയർ ചെയ്യുന്നത്. സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് വളരെ ജെനുവിൻ ആയിട്ടുള്ള നിങ്ങളുടെ ഒരു വീക്ക്നെസ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മളിങ്ങനെ പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഇതിപ്പം ഒരു ജെനുവിൻ വീക്ക്നെസ് എടുക്കണം, പക്ഷേ എന്ത് വീക്ക്നെസ് നമ്മൾ എടുക്കും? സോ അപ്പോൾ ഒരു ജെനുവിൻ വീക്ക്നെസ് എടുക്കുന്ന സമയത്ത് 3 കാര്യങ്ങൾ വളരെ ക്രിട്ടിക്കലാണ്. ഈ ജെനുവിൻ വീക്ക്നെസ് എന്ന് പറയുന്നത് ജോബിൻ്റെ കോർ ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആയിരിക്കരുത്, അത് കറക്റ്റബിൾ ആയിരിക്കണം, ഒപ്പം അത് ജെനുവിനും ആയിരിക്കണം. സോ ദാറ്റ് മീൻസ് ഇഫ് യു ആർ അപ്ലൈയിങ് ഫോർ എ ലീഡർഷിപ്പ് റോൾ, ഡോണ്ട് സേ ഐ സ്ട്രഗിൾ ടു ഡെലഗേറ്റ്. ആൻഡ് ദീസ് ആർ സം ഓഫ് ദ ഗ്രേറ്റ് വീക്ക്നെസ് എക്സാമ്പിൾസ് ടു കൺസിഡർ. നമ്മൾ നോക്കുവാണെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് പറയാം, സെയിങ് നോ, ടൈം മാനേജ്മെൻറ്റ്, സെൽഫ് കോൺഫിഡൻസ്, ടെക്നിക്കൽ സ്കിൽ ദാറ്റ്സ് നോട്ട് റിലേറ്റഡ് ടു ദി റോൾ. ഇതൊക്കെ നല്ല എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്പർ 2, ഒരിക്കലും മൈ വീക്ക്നെസ് ഈസ് എന്ന് പറഞ്ഞിട്ട് ഈ ആൻസർ തുടങ്ങാൻ പാടില്ല. പകരം റീനെയിം ചെയ്യുക. വീക്ക്നെസ് എന്നുള്ളൊരു പേരെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റുക. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അത് ഇൻ്റർവ്യൂവറിനും നമ്മൾ കൊടുക്കാതിരിക്കുക. റീനെയിം ഇറ്റ് ആസ് ചാലഞ്ച്. വൺ ചാലഞ്ച് ഐ ഹവ് ബീൻ വർക്കിംഗ് ഓൺ ഈസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ചലഞ്ചായിട്ട് നിങ്ങളുടെ വീക്ക്നെസ്സിനെ പ്രസൻറ്റ് ചെയ്യുക. ഇനി സ്റ്റെപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് ഈ ഒരു വീക്ക്നെസ് കാരണം നിങ്ങൾക്കുണ്ടായ കോൺസിക്വൻസസ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടായ ഒരു ഇമ്പാക്റ്റ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. ഇവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം, നമ്മൾ മിസ്റ്റേക്ക് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു വീക്ക്നെസ് അല്ലെങ്കിൽ ചലഞ്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ഒരുപാട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യരുത്. പകരം പിന്നീട് വരുന്ന സ്റ്റെപ്സിൽ വേണം നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ. ഇനി അടുത്തെന്ന് പറയുന്നത് സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് ഈ ഒരു ചലഞ്ചിനെ അതിജീവിക്കാനായിട്ട് നിങ്ങളെടുത്ത സ്റ്റെപ്സ് എന്തൊക്കെയാണ്. ദിസ് ഇസ് മൈ ചാലഞ്ച്, ഐ ബീൻ വർക്കിംഗ് ഓൺ ദിസ് എന്നുള്ള എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഐ ബീൻ അറ്റൻഡിങ് ഡിഫറെൻറ്റ് ട്രെയിനിങ്, ഡിഫറെൻറ്റ് ഇവൻറ്റ്സ്. ഇവിടെ നിങ്ങൾ ഇച്ചിരി ഓവർ ഷെയർ ചെയ്താലും കുഴപ്പമില്ല. ഇവിടെ നിങ്ങൾ എപ്പോഴും നിങ്ങളൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ്, നിങ്ങളൊരു പ്രശ്നത്തിൽ വർക്ക് ചെയ്യാൻ റെഡിയാണെന്നുള്ള ഒരു ഭാഗമാണ് ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്യുന്നതിൽ യാതൊരു തെറ്റില്ല. ഇനി സ്റ്റെപ്പ് നമ്പർ 5, പ്രോഗ്രസ്സിനെ കുറിച്ച് അവരോട് സംസാരിക്കുക. ഞാനിങ്ങനെ കുറേ ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്തു, ഞാനിങ്ങനെ ഒരുപാട് ഇവൻറ്റ്സ് അറ്റൻഡ് ചെയ്തു, സോ വാട്ട്, അതുകൊണ്ട് എനിക്ക് എന്ത് പ്രോഗ്രസ് ഉണ്ടായി? ആൻഡ് ദിസ് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് സെല്ലിംഗ് പോയിൻറ്റ്. നിങ്ങൾക്ക് ഇവിടെയാണ് ശരിക്കും ഒരു ഇൻ്റർവ്യൂവിൻ്റെ മുന്നിൽ ശരിക്കും ഒരു റിമാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇനി സ്റ്റെപ്പ് നമ്പർ 6, ദിസ് ഈസ് ദ ഫൈനൽ സ്റ്റെപ്പ്. നിങ്ങൾ ഈ ഒരു ചാലഞ്ചിൽ വർക്ക് ചെയ്തു, നിങ്ങളതിൽ കുറേ അധികം ആക്ഷൻസ് എടുത്തു, അതുകൊണ്ട് ഒരുപാട് റിസൾട്ട്സ് ഉണ്ടായി. അപ്പോൾ ഇത് നിങ്ങളെക്കുറിച്ച് മാത്രം നിങ്ങൾ സംസാരിച്ചു. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ എൻഡ് ചെയ്യുമ്പോൾ ഓവറോൾ നിങ്ങളിതിൽ വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നേ വർക്ക് ചെയ്ത കമ്പനിയിൽ നിങ്ങളുടെ ടീമിനോ
അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ കമ്മ്യൂണിറ്റി സച്ച് ആർക്കെങ്കിലും ഒക്കെയോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാക്കാൻ നിങ്ങളുടെ ഈ ഒരു ഹോണസ്റ്റ് വർക്ക് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ക്രിയേറ്റ് എ മാർക്ക്. ഫോർ എക്സാമ്പിൾ പബ്ലിക് സ്പീക്കിംഗ്. നിങ്ങൾക്ക് പബ്ലിക് സ്പീക്കിംഗ് പേടിയായിരുന്നു. That's been your challenge for years and you attended different clubs, events and public speaking forums and you wanted to really train yourself on this and you worked hard on this and as a result X, Y, Z things happen. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. One challenge I worked on is public speaking. Early in my career, I used to feel nervous and lacked confidence when addressing large audiences. I realized this was limiting my ability to share ideas effectively, so I took action. I enrolled in public speaking workshops and joined a local speaking club to practice regularly. Through consistent effort and repeated exposure, I built my confidence and developed stronger communication skills. Today, I'm able to deliver impactful presentations, and this growth has also boosted my overall self-assurance in professional settings. This is very clean and confident. ഇപ്പോൾ നിങ്ങൾക്ക് 3-4 കാര്യങ്ങൾ മനസ്സിലായി. വാട്ട് ഈസ് യുവർ ബിഗസ്റ്റ് വീക്ക്നെസ് എന്ന ക്വസ്റ്റ്യൻ ഇൻ്റർവ്യൂസ് ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? 2, ഇങ്ങനൊരു ഉത്തരം പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെ മിസ്റ്റേക്സ് വരുത്താൻ പാടില്ല, എങ്ങനെ ഈ ഉത്തരത്തെ സ്ട്രക്ചർ ചെയ്യാം, എന്തൊക്കെ ജെനുവിൻ വീക്ക്നെസ് നിങ്ങൾക്ക് പറയാം, അതിൻ്റെ പല എക്സാമ്പിൾസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കിയത്. ഈ ഉത്തരം നിങ്ങൾ തന്നെ എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇതൊരു കാണാപ്പാഠം പഠിച്ചതുപോലെ പറയരുത്. പകരം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടത് ആ ഫ്രെയിം വർക്കാണ്. ആ ഫ്രെയിം വർക്കിനനുസരിച്ച് നിങ്ങളുടേതായ ലാംഗ്വേജിൽ നിങ്ങൾക്കിത് എഴുതാം. എഴുതിയിട്ട് പറഞ്ഞു നോക്കുക. പിന്നെ നിങ്ങളോട് തന്നെ പറയുക, ഒരിക്കലും നമ്മുടെ വീക്ക്നെസ് അല്ലെങ്കിൽ നമ്മുടെ ചലഞ്ചിനെ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കോൺസെൻട്രേഷൻ അതിൻ്റെ കോൺസിക്വൻസിലേക്ക് കൊടുക്കില്ല. അവിടെ ഒരുപാട് സ്ട്രെസ്സ് ചെയ്യരുത്. പകരം talk more when you're presenting about the actions you took, the progress you made and the impact you created. നിങ്ങൾക്ക് what is your biggest weakness എന്ന ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ എങ്ങനെ ഉത്തരം പറയാമെന്നതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു ചോദ്യം കേൾക്കുന്ന സമയത്ത് ഉറപ്പായും നിങ്ങൾ പാനിക്കാവാതിരിക്കുക. പകരം പ്രിപ്പയർഡായിട്ട് പോവുക. നിങ്ങളുടെ ജെനുവിനായ ഒരു വീക്ക്നെസ്, അത് നിങ്ങളുടെ ജോബ് റെസ്പോൺസിബിലിറ്റിയുമായിട്ട് ഡയറക്റ്റായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതല്ലാത്ത കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മിസ്റ്റേക്കിനെ ഫോക്കസ് ചെയ്യുക. അത് വളരെ ജെനുവിനായിട്ട് കാമായിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ.